السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും ആയത്തിന്റെ സാരവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ആ സന്ദർഭത്തിൽ ആ മലക്കുകൾ അള്ളാഹുവോട് പറഞ്ഞു, അവിടെ നീ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ അവിടെ നീ ഏർപ്പെടുത്തുന്നത് എന്ന്. ഇവിടെ ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും വിഷയങ്ങൾ സംസാരിക്കുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആരാണ് മലക്കുകൾ എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളുടെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട കാര്യമാണ്. മലക്കുകളിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് മുഅ്മിനാകുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മുഅ്മിനിന്റെ സ്വഭാവമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. തന്റെ രക്ഷിതാവിൽ നിന്ന് തനിക്ക് അവതരിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, അതിനെ തുടർന്ന് സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട് എന്ന് സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അവൻ മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന വിഷയം. പക്ഷേ എങ്ങനെയാണ് നമ്മൾ മലക്കുകളിൽ വിശ്വസിക്കേണ്ടത്? ഇത് നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ല തന്റെ ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബൈഹഖി റഹിമയിൽ നിന്നും ഉദ്ധരിക്കുന്ന മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ട്. അവിടെ ഇമാം അവറുകൾ പഠിപ്പിക്കുകയാണ്, മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് പല ആശയങ്ങളിലായി ക്രമീകരിക്കപ്പെട്ട കാര്യമാണ് എന്ന്. ഒന്നാമതായി അവരുടെ അസ്തിത്വത്തിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത് മനുഷ്യർ, ജിന്നുകൾ എന്നിവരെ പോലെ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സൃഷ്ടികളും ദാസന്മാരുമാണ് അവർ. അള്ളാഹു അവർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിഷ്കൃഷ്ടമായ വിധിക്കപ്പുറം ചലിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. മരണം അവർക്കും ബാധകമാകാം, എങ്കിലും അള്ളാഹു അവർക്ക് ജീവിതത്തിൽ വിദൂരമായ ഒരു കാലാവധി നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണ് അവരെ അള്ളാഹു മരിപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കപ്പെടും വിധം അവരെ വിശേഷിപ്പിക്കുവാൻ പാടുള്ളതല്ല. പൂർവ്വകാലക്കാർ വാദിച്ചിരുന്നത് പോലെ അവരെ ദൈവങ്ങൾ എന്ന് വിളിക്കുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണമെന്നാണ് ഇമാം ബൈഹഖി റഹിമഹുല്ല പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതിനുശേഷം മലക്കുകൾ വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഇമാം ബൈഹഖി റഹിമഹുല്ല പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന മനുഷ്യരിലേക്ക് ദൂതന്മാരായി നിയോഗിക്കപ്പെടുന്നവർ മലക്കുകളിലുണ്ട്. സന്ദേശങ്ങൾ കൈമാറുന്നതിന് മലക്കുകൾ തന്നെ പരസ്പരം ദൂതന്മാരായി നിശ്ചയിക്കപ്പെടാറുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അവരിൽ അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്നവരുണ്ട്, അണിയണിയായി നിന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരുണ്ട്, സ്വർഗനരകങ്ങളുടെ കാവൽക്കാരുണ്ട്, മനുഷ്യകർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നവരുണ്ട്, മഴമേഘങ്ങളെ തെളിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ഖുർആൻ വ്യക്തമാക്കിയ ഈ മുഴുവൻ സംഗതികളെയും നമ്മൾ അംഗീകരിക്കണം. മലക്കുകളിലുള്ള വിശ്വാസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതെല്ലാം എന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഏതുതരം പ്രകാശമാണ് എന്ന് വ്യക്തമായി പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, മലക്കുകൾ ഏതു പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരാഴത്തിലുള്ള ഒരു പഠനം നടത്തി അതേതാണ് എന്ന് ക്ലിപ്തപ്പെടുത്തുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്ന ഒരു വിഷയമല്ല. അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈബിയായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തരുന്നത്, അവിടെ നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇത്തരം ഗൈബിയായ വിഷയങ്ങളിൽ ഊഹങ്ങൾ പണിതുണ്ടാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മൾ കൂട്ടുനിൽക്കുവാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതേപോലെ തന്നെ മലക്കുകളുടെ സൃഷ്ടിപ്പ് എപ്പോഴാണ് നടന്നത് എന്ന വിഷയം,
ഈ കാര്യത്തെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും അറിയിച്ചു തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ വേണ്ടി കഴിയും. അത് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വിഷയം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആയത്ത് തന്നെ ഈ വിഷയത്തിനുള്ള തെളിവാണ്. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് മലക്കുകളുടെ സൃഷ്ടിപ്പ് അത് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. മനുഷ്യന്മാർക്ക് ഈ മലക്കുകളെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. അവരെ കാണുവാൻ സഹായകമായ ഒരു കാഴ്ചാശേഷി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടില്ല. ഈ സമുദായത്തിൽ മലക്കുകളുടെ സൃഷ്ടിരൂപം നേർക്കുനേരെ ദർശിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരൂപത്തിൽ വരുന്ന മലക്കുകളെ കാണുവാൻ അത് മനുഷ്യന്മാർക്ക് സാധിക്കുമെന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. പലവട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ, എന്നാൽ മലക്കിന്റെ സാക്ഷാൽ രൂപത്തിൽ 2 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കാണാറുള്ളത് അത് മനുഷ്യന്റെ രൂപത്തിലാണ്. ആ മനുഷ്യരൂപം എപ്രകാരമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് എല്ലാ പ്രവാചകന്മാരെയും കാണിക്കപ്പെട്ടു. മൂസ അലൈഹിസ്സലാം ശനൂഅ ഗോത്രത്തിലെ ഒരു ഒത്ത മനുഷ്യനെ പോലെയുണ്ട്. ഈസാ അലൈഹിസ്സലാം ഏകദേശം ഉർവത്ത് ബിൻ മസ്ഊദിനെ പോലെയാണുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് എന്റെ രൂപസാദൃശ്യമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജിബ്രീലിനെയും കണ്ടിരുന്നു, അദ്ദേഹം ദിഹ്യത്ത് ബിൻ ഖലീഫയെ പോലെ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. എന്നാൽ സഹോദരങ്ങളെ, മലക്കിന്റെ സാക്ഷാൽ രൂപത്തിൽ 2 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തു തക്വീറിലെ 23-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, തീർച്ചയായും അദ്ദേഹത്തെ ജിബ്രീൽ എന്ന ദൂതനെ പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടതിനെ കുറിച്ച് അത് മിഅ്റാജ് യാത്രയിലാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ നജ്മിലെ 13-ാമത്തെയും 14-ാമത്തെയും ആയത്തുകളിൽ നമുക്ക് കാണാം. വലഖദ് റആഹു നസ്ലത്തുൻ ഉഖ്റ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തിൽ മുൻതഹ, അറ്റത്തെ ഇലന്ത മരത്തിനടുത്ത് വെച്ചാണ് കണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഈ 2 ആയത്തുകളെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീലിനെ പറ്റിയുള്ള പ്രസ്താവനകളാണ് അവ എന്ന്. ഈ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ തനി രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. ആകാശഭൂമികളുടെ ഇടയെ മുഴുവനും മറയിടത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഭയങ്കര രൂപത്തിൽ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കാണുമ്പോൾ ആകാശമണ്ഡലം മുഴുവൻ അദ്ദേഹം മറച്ചിരുന്ന അവസ്ഥയിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് 600 ചിറകുകളാണുള്ളത്. ഓരോ ചിറകും അന്തരീക്ഷത്തിന് മറയിടും വിധം ഭീമമാണ്. ആ ചിറകുകളിൽ നിന്ന് വിവിധ വർണ്ണത്തിലുള്ള മുത്തുകളും പവിഴങ്ങളും കൊഴിഞ്ഞു വീണിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായ വൻ നിഹായയിൽ പറയുന്നത് ഇത് ഹസനാണ് എന്നാണ്. സഹോദരങ്ങളെ, മലക്കുകൾ അവർക്ക് ചിറകുകളുള്ള രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനും 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനുമായ അള്ളാഹുവിന് സ്തുതി എന്ന് സൂറത്തുൽ ഫാത്തിറിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചത് അള്ളാഹു ആണ് എന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് 600 ചിറകുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമയോട്
പ്രത്യേകതയാണത് സഹോദരങ്ങളെ. ശക്തിമത്തായ കഴിവുള്ളവനാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നജ്മിലെ 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിൽ മലക്കുകൾക്കിടയിൽ ശ്രേഷ്ഠതയുള്ള മലക്കുകൾ വേറെയുമുണ്ട്. ഉദാഹരണത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ബദർ യുദ്ധത്തിൽ പോരാടിയവരെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവർ ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിമുകളാണ് എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ബദറിൽ പങ്കെടുത്ത മലക്കുകളും അപ്രകാരം ശ്രേഷ്ഠരായാണ് ഞങ്ങൾക്കിടയിൽ കണക്കാക്കപ്പെടുന്നത് എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചില ആളുകൾ അദൃശ്യ ലോകത്തെ വിശദീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം സമീപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയും അടുത്ത നിമിഷം തന്നെ മറുപടിയുമായി അദ്ദേഹത്തിനടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യാറുണ്ട് എന്ന് ചില ആളുകൾക്ക് വിശ്വസിക്കുവാൻ വേണ്ടി പ്രയാസമാണ്. ഒരു ഗോളത്തിൽ നിന്ന് അടുത്ത ഗോളത്തിലേക്ക് എത്തുവാൻ പ്രകാശത്തിന് പോലും മില്യൺ കണക്കിന് പ്രകാശവർഷം സഞ്ചരിക്കേണ്ടി വരും. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ എന്നിരിക്കെ അസാധാരണമായ വേഗതയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പോകുന്നത് അത് സംഭവിക്കുന്ന കാര്യമാണോ എന്ന് ചില ആളുകൾ സംശയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് വെറും ഊഹം മാത്രമാണ്, തെറ്റായ ഒരു വിശകലനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കൊതുകിന്റെ വേഗതയുമായി വിമാനത്തിന്റെ വേഗത താരതമ്യം ചെയ്യുന്നത് അത് എത്രമാത്രം വിഡ്ഢിത്തരമാണ് എന്നുള്ള ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഇങ്ങനെ താരതമ്യം ചെയ്യുന്ന, ഇങ്ങനെ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മലക്കുകളുടെ ലോകത്ത് മനുഷ്യരുടെ മാനദണ്ഡങ്ങളോ അളവുകോലുകളോ നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ മലക്കുകൾക്ക് ഭക്ഷണം ആവശ്യമില്ലാത്തത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്ന സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. തന്റെ അതിഥികൾ മലക്കുകളാണ് എന്ന് തിരിച്ചറിയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം മലക്കുകൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ്. പക്ഷേ അവർ ആ ഭക്ഷണത്തെ സ്പർശിച്ചതുപോലുമില്ല. തന്റെ അതിഥികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകെ അസ്വസ്ഥനാവുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെടുകയാണ്, ഇത് സാധാരണ മനുഷ്യരല്ല, മനുഷ്യരൂപം പൂണ്ട മലക്കുകളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മനസ്സിലാവുകയാണ്. ഈ സംഭവം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലും സൂറത്തുൽ ഹൂദിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മലക്കുകൾ ആഹരിക്കുകയോ പാനം ചെയ്യുകയോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ഇല്ല എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിത ലോകത്തിൽ ഏകാഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട് എന്ന് ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുള്ളയിൽ നിന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹബാഹിഖു ഫിൽ അഖ്ബാറിൽ മലായിക് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ അവരുടെ എണ്ണം അത് എത്രയാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. നിന്റെ രക്ഷിതാവിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസിറിലെ 31-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വ്യത്യസ്തമായ പേരുകളുണ്ട്. അവയിൽ അല്പം ചുരുക്കം മാത്രമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ളൂ. അതെല്ലാം ഇൻഷാ അല്ലാഹ് അതാത് സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പ്രതിപാദിക്കാം. മലക്കുകളുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ സംസാരിച്ചത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം മറ്റൊരു അവസരത്തിൽ, മറ്റു സന്ദർഭങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ പഠനത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ ആയത്തിന്റെ വേറെയും ഭാഗങ്ങൾ, ഖലീഫയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.